ഇനി അടുത്ത് പറയുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൻ്റെ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ, 0 ഡയമെൻഷൻ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ എത്ര ഡയമെൻഷൻസ് ആണ് നാനോ സ്കെയിലിൽ വരുന്നത് അതിൻ്റെ ബേസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരിക. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ണ് നോക്കാം, 0 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1, 2, 3 എന്ന് പറയുന്ന 3 ഡയമെൻഷൻസും നാനോ സ്കെയിലിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അതായത് 1 to 100 നാനോമീറ്ററിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാ ഡയമെൻഷനും 1 to 100 നാനോമീറ്ററിലായിരിക്കും ഉൾപ്പെടുന്നുണ്ടാവുക. 0 എന്ന് പറഞ്ഞാൽ ആരും നാനോ സ്കെയിലിന് പുറത്ത് പോകില്ല, എല്ലാവരും 1 to 100 നാനോമീറ്ററിലായിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം കേട്ടോ. അപ്പോൾ എക്സാമ്പിൾസ് വരുന്നത് നാനോ ക്രിസ്റ്റൽസ്, നാനോ ക്ലസ്റ്റേഴ്സ്, അതുപോലെ ക്വാണ്ടം ഡോട്ട്സ്, ചിലപ്പോൾ മെറ്റൽസ്, അതുപോലെ മെറ്റൽ ഓക്സൈഡിൻ്റെ നാനോ പൗഡേഴ്സ് ഒക്കെയാണ്. പിന്നെ വരുന്നൊരു എക്സാമ്പിൾ ഫുള്ളറീൻസ് ആണ്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെയാണ് നാനോ ക്രിസ്റ്റൽ, നാനോ ക്ലസ്റ്റേഴ്സ്, ക്വാണ്ടം ഡോട്ട്സ്, മെറ്റലിൻ്റെ നാനോ പൗഡേഴ്സ്, അതുപോലെ തന്നെ മെറ്റൽ ഓക്സൈഡ്സിൻ്റെ നാനോ പൗഡേഴ്സ്, ഫുള്ളറീൻസുമാണ് എക്സാമ്പിൾസ്. ഇവർക്ക് നല്ല ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, കുറേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഉണ്ട്. ഇതിലൊക്കെ വരുന്ന ഇലക്ട്രോണിക്സ്, എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിലൊക്കെയാണ് അവരുടെ റോള് വരുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ വരുന്നത് 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ അതും തന്നെ മനസ്സിലാക്കാം, നമ്മളുടെ 1 ഡയമെൻഷനുണ്ട്, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. ഇതിനകത്തുനിന്ന് ഒരു ഡയമെൻഷൻ എന്തായിരിക്കും നാനോ സ്കെയിലിന് പുറത്തായിരിക്കും. ബാക്കി 2 ഡയമെൻഷൻസും എന്തിലായിരിക്കും, നാനോ സ്കെയിലിൽ തന്നെ ആയിരിക്കും പ്രസൻ്റ് ആവുക. അതായത് 1 to 100 നാനോമീറ്ററിലാണ് ബാക്കി 2 ആൾക്കാരും വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്ന 2 ആൾക്കാരാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. നാനോ വയേഴ്സും നാനോ ട്യൂബ്സും. അപ്പോൾ 1D എന്ന് പറഞ്ഞാൽ ഒരു ലൈന് പോലെ ആലോചിക്കുക. അപ്പോൾ അതിന് എക്സാമ്പിൾ വരിക നാനോ വയർ, അതുപോലെ നാനോ ട്യൂബ്സ് ആണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ നാനോ വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ വയറിൻ്റെ ഒരു ചിത്രം മനസ്സിലാലോചിച്ചാൽ മതി. അപ്പോൾ അതെന്താണ്, ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ് അതിന് വരുന്നത്. അതിൽ അൾട്രാ ഫൈൻ വയേഴ്സ് ആയിരിക്കും, ഒരു ഫൈൻ ആയിട്ടുള്ള അൾട്രാ ഫൈൻ വയർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറേ ഡോട്ട്സുകൾ ലീനിയറായിട്ട് അറേ ചെയ്ത് വെച്ചാലും നമുക്ക് എന്താ കിട്ടുക, നാനോ വയറാണ് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ്, ദേ ആർ അൾട്രാ ഫൈൻ വയേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ലീനിയർ അറേ ഓഫ് ഡോട്ട്സ് ഫോംഡ് എന്താണ് ബൈ ദ സെൽഫ്, അവരുടെ സെൽഫ് അസംബ്ലി കാരണം ഫോം ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാനോ വയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് കുറേ ലാർജ് നമ്പർ ഓഫ് മെറ്റീരിയൽസിന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും, നാനോ വയേഴ്സ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കി നോക്കാം കേട്ടോ. സെമി കണ്ടക്ടർ നാനോ വയേഴ്സ് എന്തെന്നൊക്കെ ഉണ്ടാക്കിയതാണ്, സിലിക്കൺ ആവാം, ഗാലിയം നൈട്രൈഡ് ആവാം, ഇൻഡിയം ഫോസ്ഫൈഡ് ആവാം. ഇനി അവരുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് അവരുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള, ഒപ്റ്റിക്കൽ ആയിട്ടുള്ള, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് വേറെ വേറെ ആപ്ലിക്കേഷൻസും വരും. ഇലക്ട്രോണിക് സെൻസർ, ഒപ്റ്റിക്കൽ കമ്പോണൻസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം, ഡിസ്പ്ലേസിൽ, പിന്നെ അതുപോലെ പോളിമർ കമ്പോസൈറ്റ്സിൽ യൂസ് ചെയ്യാം, അതുപോലെ അക്യുറ്റേറ്റഡ് ഡിവൈസസിലൊക്കെ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് നാനോ ട്യൂബ്. ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, അകത്തൊരു ഹോളുള്ള പോലെ ആയിരിക്കും അല്ലേ, ഒരു വാക്വം ഉണ്ടായിരിക്കും സെൻറ്ററിന്, അതിനകത്ത് അതിനെയാണ് നമ്മൾ ട്യൂബ് എന്ന് വിളിക്കുക. അപ്പോൾ നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ട്യൂബുലാർ ആയിട്ടുള്ള 1 ഡയമെൻഷണൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് എന്ത്, കാർബൺ നാനോ ട്യൂബ്സ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്നത്. പിന്നെ ഇവരെന്താണ്, റോൾഡ്, നമ്മുടെ കാർബൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോമാണ് എന്ത്, അലട്രോപ്പാണ് എന്ത്, ഗ്രാഫൈറ്റ്. അപ്പോൾ കാർബൺ നാനോ ട്യൂബ്സിൽ വരുന്നത് നമ്മുടെ ഗ്രാഫൈറ്റ് ഷീറ്റ്സിനെ റോൾ ചെയ്ത് സിലിണ്ടറാക്കി എക്സ്റ്റെൻഡ് ചെയ്തതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർബൺ നാനോ ട്യൂബ്സ് എന്ന് വിളിക്കുന്നത്. അവർ ഏത് ലാറ്റസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, ഹെക്സഗണൽ ലാറ്റസിലാണ് അവർ പ്രസൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ 2 ടൈപ്സ് ഉണ്ട്. ഒരെണ്ണെന്താ സിംഗിൾ വോൾഡും, രണ്ടാമത്തേത് എന്താണ് മൾട്ടി വോൾഡ്. അത്ര പഠിച്ചു വെച്ചാൽ മതി. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ എന്തായിരിക്കും, 2 ഡയമെൻഷന് എന്തായിരിക്കും, നാനോ സ്കെയിലിന് പുറത്തായിരിക്കും. ഒരൊറ്റ ഡയമെൻഷനെ എന്തിൽ വരുന്നുള്ളൂ, നാനോ സ്കെയിലിൽ 1 to 100 നാനോമീറ്ററിൽ ഉൾപ്പെടുന്നുള്ളൂ. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഫിലിം 2 ഡയമെൻഷണൽ ആണല്ലേ. അപ്പോൾ നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്.
ഒരു തിൻ ഫിലിം, അതുപോലെ സർഫസ് കോട്ടിങ്, അതിൻ്റെ തിക്നെസ് ഏതായിരിക്കും നാനോ സ്കെയിലൊക്കെ വരുന്നതാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരിക. കമ്പ്യൂട്ടർ ചിപ്സിലൊക്കെ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 0 ഡയമെൻഷൻ പറഞ്ഞു, 1 ഡയമെൻഷൻ പറഞ്ഞു, 2 ഡയമെൻഷൻ പറഞ്ഞു. അപ്പോൾ ഇതെന്താ പറയുന്നത്? 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷനും നാനോ സ്കെയിലിന് പുറത്ത് വരുന്നില്ല, എല്ലാവരും നാനോ സ്കെയിലിൽ തന്നെയാണ്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഡയമെൻഷൻ നാനോ സ്കെയിലിൽ പുറത്തായിരിക്കും, ബാക്കി 2 ആൾക്കാർ നാനോ സ്കെയിലിൽ തന്നെയാണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൾക്കാർ നാനോ സ്കെയിലിന് പുറത്തായിരിക്കും, ഒരാൾ മാത്രം നാനോ സ്കെയിലിനകത്താണ് വരിക. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 3 ഡയമെൻഷനൽ പറയാത്തത്. ഈ ടേബിൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഇനി അല്ല, നമ്മൾ ഡയമെൻഷൻ അകത്തുള്ളതിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോയവരെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്. ഇനി അല്ല, അകത്ത് നിൽക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് എന്തായി മാറും? 3D 2D 1D എന്നുള്ള രീതിയിലായിട്ട് അത് മാറും. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചാൽ മതി.